അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ പറഞ്ഞവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി തരട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെയും നമ്മുടെയും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു തആല ഹൈറും ബറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെടുന്നവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അല്ലാഹു പെട്ടെന്ന് എളുപ്പമാക്കി തരട്ടെ. ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായ ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന എല്ലാ മുറാദുകളും ഉദ്ദേശങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹു നിലനിർത്തി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, ഉമ്മ പെങ്ങന്മാരുണ്ട്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഈ ക്ലാസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വയ്ക്കുക. എന്നാൽ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ്. നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മുറാദുകളും കൊണ്ടു നടക്കുന്നവരാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. അത് പൂവണിയാൻ വേണ്ടി, സാധിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ തേടി നടക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. അതിനുള്ള എളുപ്പ വഴികൾ, എങ്ങനെയാണ് അത് നേടിയെടുക്കാൻ പറ്റുക, എങ്ങനെ അത് സാധിപ്പിച്ചെടുക്കാൻ പറ്റും, എങ്ങനെയാണ് അത് പൂർത്തിയാക്കാൻ കഴിയുക പെട്ടെന്ന് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വളരെ നല്ല ഒരു പരിഹാര മാർഗമാണ്. ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, ഇത്ര തന്നെ നാം കൊണ്ടു നടക്കാതിരുന്ന ഏത് ആഗ്രഹമാവട്ടെ അത് പൂവണിഞ്ഞു കിട്ടും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. മഹാന്മാരെ പഠിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായും ഫലം കണ്ടിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദുറുൻ നലീം എന്ന് പറയുന്ന കിതാബിൽ മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത് കാണാം. നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നമുക്ക് സാധിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ പറയുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. ആ രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും അത് സാധിച്ചിരിക്കും. മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ സൂറത്തായ സൂറത്ത് നൂഹ്, 28ഓളം ആയത്തുകളാണ് അതിലുള്ളത്. വളരെ ചെറിയ ഒരു സൂറത്താണ്. 5 മിനിറ്റ് മാത്രമേ അത് ഓതാൻ വേണ്ടൂ. ഈ സൂറത്ത് ഓതി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി നാം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ആഗ്രഹമാണെങ്കിലും മുറാദുകളാണെങ്കിലും ഉദ്ദേശമാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൂർത്തിയാക്കി തരും. അതിൻ്റെയുള്ള വഴി അല്ലാഹു തആല കാണിച്ചു തരുമെന്നാണ് മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്നിട്ട് മഹാനവർ അത് ഓതേണ്ട രൂപം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയോ? ളുഹർ നിസ്കാരത്തിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് ആ സ്ഥലത്തിരുന്ന് അതിന്റെ ദിക്റുകളും ദുആകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്തിരുന്നു കൊണ്ട് സൂറത്ത് നൂഹ് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ, അത് നമ്മുടെ ഇഷ്ടം,
1 3 ഓതേണ്ടത് നമ്മൾ തീരുമാനിക്കുക. എന്നിട്ട് നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം, ആ ഉദ്ദേശം, ആ മഹത്തായ ഉദ്ദേശം എന്താണോ അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം പടച്ചോനെ, അതിനാണ് ഞാൻ ഈ സൂറത്ത് ഓതുന്നത് എന്ന് നിയ്യത്തോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ ഈ സൂറത്ത് 1 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഓതി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം റബ്ബിനോട് പറഞ്ഞ് 2 കരങ്ങളും ഉയർത്തി നാം ദുആ ചെയ്യുക. ഇങ്ങനെ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, കൂടിയാൽ ഒരാഴ്ച, ഇതിൽ കൂടുതൽ പോവുകയില്ല. ഈ 3 അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ആ ആഗ്രഹം എന്താണോ അത് അല്ലാഹു തആല പൂർത്തിയാക്കി തരുമെന്നാണ് മഹാനായ ഇമാമുന യാഫി റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് നമ്മൾ എന്ത് വേണം? നല്ല ആത്മാർത്ഥതയോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ, നല്ല ശുദ്ധിയോടുകൂടെ ഇരുന്ന് പടച്ച റബ്ബിനെ മുൻനിർത്തി, നമ്മുടെ ആവശ്യം മുൻനിർത്തി ഈ സൂറത്ത് ഓതി അല്ലാഹുവിനോട് നന്നായി ദുആ ചെയ്യുക മാത്രമാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ ഏത് നടക്കാത്ത ആഗ്രഹമുണ്ടെങ്കിലും അത് ഇൻഷാ അല്ലാഹ് നടന്നിരിക്കും. ഒരുപാട് അനുഭവസ്ഥരുണ്ട്, നടന്നതായിട്ട് പറഞ്ഞ അനുഭവസ്ഥരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി നമ്മുടെ എല്ലാ നല്ല മുറാദുകളും, നമ്മുടെ മഹത്തായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ, ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് കമന്റിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾ അറിയിച്ചവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. എന്തൊക്കെ പ്രയാസങ്ങളാണോ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ മാറ്റാനുള്ള, ദൂരീകരിച്ചു പോകാനുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കട്ടെ. ഉള്ള ജോലി അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനലിന്റെ വോയിസ് ഓഫ് ജരീദാരിമി എന്ന ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നമ്പർ ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും ആ ഗ്രൂപ്പിൽ കയറി അംഗങ്ങളാവുക. ഒരുപാട് അറിവുകൾ അതിൽ അറിയിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ആളുകളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.